ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അപ്പുവിന്റെ അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് മനോഹരമായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഈ റമദാൻ നാളിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അതിനൊക്കെ മുന്നേ ഇനിയും ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ തന്നെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള ആ ഒരു റെസിപ്പിയിലേക്ക് നമുക്ക് പോവാം. വടക്കൻ സംസ്ഥാനങ്ങളിൽ ഇതിനെ പെറോട്ട എന്നാണ് അറിയപ്പെടുന്നത്. റമദാൻ നാളിൽ ചെയ്യുന്ന പെറോട്ട ആയിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പൊ അങ്ങനത്തെ ഉള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് പോവാം. ഈ ബ്രേക്ക്ഫാസ്റ്റിന് ആവശ്യമായിട്ട് വരുന്നത് മുട്ടയാണ്. ഒരു മുട്ട മതിയാവും. നമുക്കിത് ഈ പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ചളവ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയാണ് ആവശ്യം. ഞാനിവിടെ ചെറുതായിട്ട് മല്ലിയില നുറുക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും നമുക്ക് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് ആട്ടമാവാണ്. ഗോതമ്പ് മാവ് വേണ്ട, ആട്ടമാവാണ്. ഇത് ഞാൻ ഒരു ബൗൾ നിറയെ എടുത്തിട്ടുണ്ട്. ഇത്ര തന്നെ മതിയാവും. ഇത് നമുക്ക് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായി വരുന്നത് ഒരു കപ്പ് പാലാണ്. ഒരു ചെറിയൊരു കപ്പ് പാലാണ്. നല്ല കട്ടിപ്പാലായിരിക്കണം. ഇത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് ആവശ്യമായിട്ട് വരുന്ന ഉപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ ആവശ്യാനുസരണമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മുടെ ദോശമാവിന്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കണ്ടില്ലേ, ഇത് നല്ലൊരു മാവിന്റെ കൺസിസ്റ്റൻസിയിൽ വന്നു കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ഓരോന്ന് വീതം ചുട്ടെടുക്കാം. പിന്നെ കല്ലിവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ തടവി കൊടുക്കാം. ഇനി ഓരോ തവി വീതം നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ സമയം തന്നെ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തൂക്കി കൊടുക്കാം. കണ്ടു, നമ്മുടെ ഹെൽത്തി ദോശ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. എപ്പോഴും ഈ ഒരു ദോശ അല്ലെങ്കിൽ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. പാനിൽ വെച്ച് ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടെ നന്നായിട്ട് ഇങ്ങനെ പൊന്തി വരും. ഇതിന്റെ മേൽഭാഗമൊക്കെ നല്ല ഭംഗിയായിട്ട് പൊന്തി വരും. ഇത് കല്ലായതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് നിങ്ങളത് ശ്രദ്ധിച്ച് പൊട്ടിപ്പോകാതെ വേണം മറിച്ചിടാനായിട്ട്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ റമദാൻ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വടക്കൻ സംസ്ഥാനങ്ങളിൽ ഇതിനെ റമദാൻ സ്പെഷ്യൽ പെറോട്ട എന്നാണ് അറിയപ്പെടുന്നത്. അത്രയ്ക്ക് ടേസ്റ്റ് ആണ് ഈ ഒരു വിഭവം എന്ന് പറയുന്നത്. നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യാനും മടിക്കരുത്. അപ്പൊ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു റെസിപ്പി ആയിട്ട് നിങ്ങളുടെ നിമ്മി അപ്പുവിന്റെ അടുക്കളയായിട്ട് വീണ്ടും വരും. അതുവരെ ടാറ്റാ.